Good morning, dear students. ഇൻസെപ്റ്റഡ് കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് സർഫസ് കെമിസ്ട്രിയെ കുറിച്ചാണ്. സർഫസ് കെമിസ്ട്രിയിലെ അഡിസോർപ്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും ഫിസിക്കൽ അഡിസോർപ്ഷൻ, കെമിക്കൽ അഡിസോർപ്ഷൻ കണ്ടു കഴിഞ്ഞു. ഫ്രണ്ട്ലി അഡിസോർപ്ഷൻ, ഐസോതെർമും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത കാര്യത്തിലോട്ട് നമ്മൾ പോകുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് ഫ്രണ്ട്ലി അഡിസോർപ്ഷൻ, ഐസോതെർം, ഗ്യാസിൻ്റെ കാര്യത്തിലല്ലേ പഠിച്ചത്. ജസ്റ്റ് ഒരു കാര്യം കൂടി അതിനകത്തൊന്ന് സൂചിപ്പിക്കാനായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്സോർബേറ്റ്, അതായത് പറ്റി പിടിക്കാൻ വരുന്ന ആൾ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ ഒരൊറ്റ കാര്യത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. x/m എന്താവെന്ന് അറിയാമോ? കെ പി എന്ന് പറഞ്ഞില്ലേ, പി എന്തായിട്ട് മാറും? കോൺസെൻട്രേഷൻ ആയിട്ട് മാറും. കോൺസെൻട്രേഷൻ. പി അവിടെ പറയുന്നത് എന്താണ് പറഞ്ഞത്? നമ്മൾ അവിടെ പഠിച്ചേക്കുന്നത് എന്തായിട്ടായിരുന്നു? പ്രഷറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ സൊല്യൂഷൻ കേസിൽ വരുമ്പം ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കോൺസെൻട്രേഷൻ ടേം കാണുന്നു, കോൺസെൻട്രേഷനും ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ അത് കോൺസെൻട്രേഷൻ ആയിട്ട് മാറും എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫ്രണ്ട്ലി അഡിസോർപ്ഷൻ, ഐസോതെർം ഇൻ ലിക്വിഡ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസിൻ്റെ കേസിലാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ സി എന്നൊരു ടേമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഈ അഡ്സോർപ്ഷന് പഠിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ആ അഡ്സോർപ്ഷൻ എന്താണ്? ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും അഡ്സോർപ്ഷൻ എന്തുകൊണ്ടായിരിക്കും? ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ളത് പഠിക്കണ്ടേ? ഓക്കെ, ആ അഡ്സോർപ്ഷനകത്ത് ഉള്ള ആപ്ലിക്കേഷൻസ് ഒരുപാട് ആപ്ലിക്കേഷൻസിനുണ്ട്. കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് മാസ്ക്. ഇപ്പം നമ്മളെല്ലാവരും മാസ്ക് വെക്കുന്നുണ്ട്. എന്തിനാ? കൊറോണയെ തുരുത്താനും വൈറസ് ഒന്നും കയറാതിരിക്കാനും പൊടിപടലങ്ങളൊന്നും കയറാതിരിക്കാനോ ആണല്ലോ, ഉറപ്പാണല്ലോ. അപ്പോൾ ആ മാസ്ക് വെക്കുമ്പം ആ മാസ്കിൻ്റെ സർഫസിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് പാർട്ടിക്കിൾ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ബൾക്കിലോട്ട് പോകുമോ, അതായത് ഉള്ളിലോട്ട് വരുമോ? ഇല്ല, ഉറപ്പാണല്ലോ. അപ്പം ആ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫിനോമിന വെച്ചിട്ടാണ് ഈ മാസ്കുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത്. അത് അഡ്സോർപ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് മാസ്കുകളോ അല്ലെങ്കിൽ മാസ്കുകളെന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചിലയിടത്ത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ എന്നും പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. ഓക്കെ, അതായത് പഞ്ചസാര എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്തെടുക്കണം. ഷുഗർ കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയ്ക്ക് കറുത്ത നിറങ്ങളൊക്കെ കണ്ട് ഫൗൾ സ്മെല്ലുണ്ട്. അപ്പോൾ ആ ഫൗൾ സ്മെല്ലിനെ വേർതിരിക്കണം, നിറം മാറ്റണം, നല്ല വെള്ള കളറിലുള്ള പഞ്ചസാര കിട്ടത്തതിന് വേണ്ടി പ്യൂരിഫൈ ചെയ്യണം. ആ പ്യൂരിഫൈ ചെയ്യാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ചാർക്കോള്, എല്ലുകരി, ചിരട്ടക്കരി, ഇതുള്ള കാര്യങ്ങളെല്ലാം കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് ഫൗൾ സ്മെല്ലുകളെ നിറങ്ങളെയൊക്കെ അത് അബ്സോർബ് ചെയ്ത് മാറ്റും. ചാർക്കോൾ, കരി എന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്ത് മാറ്റിയിട്ട് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ പ്യൂരിഫിക്കേഷനോ ഷുഗറും എന്തിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനാണ്? അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൗൾ സ്മെല്ലുകൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ത് തന്നെയാണ്? ഫൗൾ സ്മെല്ലുകളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? അഡ്സോർപ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് അത് വലിയ നിർബന്ധമുള്ള കാര്യമല്ല. ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. രണ്ടോ മൂന്നെണ്ണമെങ്കിലും എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം. എന്താണ് ഈ അഡ്സോർപ്ഷൻ എന്നതുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഡെയിലി ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇവിടം കൊണ്ട് തീർന്നു കഴിഞ്ഞു. അടുത്ത നമ്മൾ അങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റാലിസിസ് എന്നും പറഞ്ഞൊരു പ്രോസസ്സിലോട്ടാണ്. എന്താണ് കാറ്റാലിസിസ്? ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാറ്റലിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്തോ കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് ഈസ് ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഓൾട്ടർ ദ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് എനി ചേഞ്ച്. ഓക്കെ, വിത്തൗട്ട് എനി ചേഞ്ച്, ഇറ്റ്സെൽഫിൽ ഒരു ചേഞ്ചും സംഭവിക്കാതെ ഒരു കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്ന ഒരു സ്വയം മാറ്റത്തിന് വിധേയമാകാതെ കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്നവരെ പറഞ്ഞ പേരാണെന്ത്? കാറ്റലിസ്റ്റ്. ഞാൻ ആൾട്ടർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. മീൻസ് ഒന്നുകിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാം, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. കാറ്റലിസ്റ്റിന് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്നുകിൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടിവിടും, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറച്ചു വിടും. അപ്പോൾ കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആൾട്ടർ എന്ന വാക്ക് തന്നെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ catalysts are chemical substance which alter the rate of a chemical reaction without any change itself ആയിട്ട് സ്വയം മാറ്റത്തിന് വിധേയമാകാതെ കെമിക്കൽ റിയാക്ഷനെ മാത്രം സഹായിക്കുന്നവരെ പറയുന്ന പേരാണെന്ത്? കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റ് വെച്ച് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ പറയുന്ന പേരാണെന്ത്? കാറ്റാലിസിസ്. എന്താണ്? catalysis. Okay, അപ്പോൾ catalysis എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? The reaction carried out in the presence of or with the help of catalyst is called
കാറ്റാലിസിസ്. എന്താണ്? കാറ്റാലിസിസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാറ്റാലിസിസ് എന്താണെന്നറിയാം, കാറ്റലിസ്റ്റ് എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഈ കാറ്റാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയണം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്നാണ്. എന്താണ്? ഹോമോജീനിയസ് കാറ്റാലിസിസ്. ഹോമോജീനിയസ് കാറ്റാലിസിസ് ആ പേരിൽ തന്നെ ഉണ്ട്. ഹോമോ മീൻസ് സെയിം എന്നുള്ളതായിരിക്കും. ഹോമോ മീൻസ് സെയിം എന്നുള്ളതാണ്. സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിയാക്ടൻ സ്പീഷ്യസുകളും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും പിന്നെന്താ പ്രോഡക്റ്റുകളും ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റുകളും സെയിം ഫേസിലാണെങ്കിൽ, എന്ത് ഫേസിലാണെങ്കിലാ? സെയിം ഫേസിലാണെങ്കിൽ പറയുന്ന പേരാണെന്ത്? ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ പറയുന്ന പേരാണെന്ത്? ഹോമോജീനിയസ് കാറ്റാലിസിസ്. എന്താണ്? ഹോമോജീനിയസ് കാറ്റാലിസിസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉപയോഗിക്കുന്ന റിയാക്ടൻറ്റുകളും പ്രോഡക്റ്റുകളും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ പറയുന്ന പേരാണെന്ത്? ഹോമോജീനിയസ് കാറ്റാലിസിസ്. എന്താണ്? ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. ഹോമോജീനിയസ് കാറ്റാലിസിസ്. ഓക്കെ, രണ്ടാമതുള്ളത് എന്താണെന്ന് അറിയാമോ? ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. എന്താണ്? ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാറ്റലിസ്റ്റ് മിക്കവാറും എന്തായിരിക്കും? വേറെ സ്റ്റേറ്റിലായിരിക്കും. കാറ്റലിസ്റ്റ് എന്ന് തന്നെ എടുത്ത് പറയണം. കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ, വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ പറയുന്ന പേരാണെന്ത്? ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. എന്താണ്? ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. ഓക്കെ, അപ്പം കാറ്റലിസ്റ്റും റിയാക്ടൻറ്റ് ചിലപ്പോൾ എന്തായിരിക്കും? സെയിം ആയിട്ട് വരാറുണ്ട്. പ്രോഡക്റ്റും സെയിം സ്റ്റേറ്റിൽ വരാറുണ്ട്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റ് ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ, വനേഡിയം പെൻഡോക്സൈഡ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഡിഫറെൻറ്റ് വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഫേസിലാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ എന്തെന്ന് പറയും? ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. എന്താണ്? ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ടൻറ്റും അല്ലെങ്കിൽ പ്രോഡക്റ്റുകളും രണ്ടും പറയാം. റിയാക്ടൻസും പ്രോഡക്റ്റുകളും ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റ് ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ പറയുന്ന പേരാണെന്ത്? ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. എന്താണ്? ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. അപ്പോൾ കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. കാറ്റാലിസിസ് എത്ര ടൈപ്പ് ഉണ്ട്? ഹോമോജീനിയസ് കാറ്റാലിസിസും ഉണ്ട്, ഹെട്രോജീനിയസ് കാറ്റാലിസിസും ഉണ്ട്. എന്തൊക്കെയാണ്? ഹോമോജീനിയസ് കാറ്റാലിസിസും ഉണ്ട്, ഹെട്രോജീനിയസ് കാറ്റാലിസിസും ഉണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അറിയേണ്ടതെന്ന് പറയുമോ? ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? ഈ കാറ്റലിസ്റ്റിന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നിനെ പറഞ്ഞ പേര് പ്രൊമോട്ടർ എന്ന് പറയും. എന്താണ്? പ്രൊമോട്ടർ. രണ്ടാമത്തേതിനെ പറയുന്ന പേര് പോയിസൺസ്. എന്താണ്? പോയിസൺ. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. കാറ്റലിസ്റ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്പ്. ഫസ്റ്റ് വൺ പ്രൊമോട്ടർ, സെക്കൻഡ് വൺ പോയിസൺ. ഓക്കെ, ദ കാറ്റലിസ്റ്റ് which increase the rate of a reaction, chemical reaction rate increase ചെയ്തു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിനെ പറയുന്ന പേരാണെന്ത്? പ്രൊമോട്ടർ. എന്താണ്? പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി അതല്ല, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോയിസൺസ്. എന്താണ്? പോയിസൺസ്. കുറച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പോയിസൺ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം കാറ്റലിസ്റ്റിൻ്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ? കാറ്റലിസ്റ്റ് പ്രൊമോട്ടേഴ്സും ഉണ്ട്, പോയിസൺസും ഉണ്ട്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റേറ്റിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നവരെ പറഞ്ഞ പേര് പ്രൊമോട്ടർ എന്നും റേറ്റിനെ ഡിക്രീസ് ചെയ്യിക്കുന്നവരെ പറഞ്ഞ പേര് എന്തുവാണ്? പോയിസൺസ് ഒന്നും ആയിരിക്കും. എന്താണ്? പോയിസൺസ് ഒന്നും ആയിരിക്കും. ഇതാണ് കാറ്റലിസ്റ്റിൻ്റെ രണ്ട് പ്രോപ്പർട്ടികളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പ്രൊമോട്ടറും ഉണ്ട്, കാറ്റലിസ്റ്റും ഉണ്ട്. നേരത്തെ പറഞ്ഞത് ഹെട്രോജീനിയസ് കാറ്റാലിസിസും പറഞ്ഞു, ഹോമോജീനിയസ് കാറ്റാലിസിസും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. അതും ഈ കാറ്റലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതകളായിട്ട് പറയാനുള്ളതാണ്. ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. എന്താണ്? ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി എന്നും പറഞ്ഞ് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. സെലക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചിലർ പറയാറുണ്ട് ഞാൻ ഈ സെലക്റ്റീവായിട്ട് റോളുകൾ ചെയ്യത്തുള്ളൂ അല്ലേ. എന്ത് ഈ സെലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച റോളുകളൊന്നും ചെയ്യാതെ വരുന്ന കഥയും കഥാപാത്രങ്ങളെയൊക്കെ നോക്കി വിജയിക്കുമെന്ന് ഉറപ്പുള്ള രീതിയിൽ ചെയ്യുമെന്ന് പറയും അല്ലേ. അപ്പോൾ ഈ സെലക്ടിവിറ്റി കാറ്റലിസ്റ്റിനും ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ചില കാറ്റലിസ്റ്റുകൾ
ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ മാത്രമേ പ്രൊസീഡ് ചെയ്ത് വിടത്തുള്ളൂ. ഓക്കെ, ഒരു കാറ്റലിസ്റ്റിനെ നമ്മൾ ഉപയോഗിച്ചു എന്ന് കരുതുക. ആ കാറ്റലിസ്റ്റിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരൊറ്റ പ്രോഡക്റ്റേ കാണത്തുള്ളൂ, വേറൊരു പ്രോഡക്റ്റ് തരുത്തില്ല. അതായത് ഒരു റിയാക്ഷനെ മാത്രം സെലക്ട് ചെയ്തല്ലേ വിട്ടത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ കാറ്റലിസ്റ്റ് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നടത്തി അതിനൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമേ തരൂ, വേറൊരു റിയാക്ഷനെ പങ്കെടുക്കത്തതുമില്ല, വേറൊരു പ്രോഡക്റ്റ് തരുത്തതും ഇല്ലാത്തതായിട്ടുള്ള കാറ്റലിസ്റ്റിൻ്റെ എന്താണ് സ്വഭാവത്തിനെ പറയുന്ന പേരാണ് എന്ത്, സെലക്ടിവിറ്റി. എന്താണ് സെലക്ടിവിറ്റി. ഇനി ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, നല്ല ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്ന ആ റിയാക്ഷന് മൊത്തവും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ് എന്തൊക്കെയുണ്ട്, പ്രൊമോട്ടറായിട്ടുണ്ട്, പോയിസൺസ് ആയിട്ടുണ്ട്, ആക്ടിവിറ്റി ഉണ്ട്, സെലക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റി ഉണ്ട്, സെലക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാറ്റാലിസിസ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് പഠിക്കാനുള്ളത്. കാറ്റാലിസിസ് എന്താണ്, കാറ്റലിസ്റ്റ് എന്താണ്, ഹോമോജീനിയസ് കാറ്റാലിസിസ്, ഹെട്രോജീനിയസ് കാറ്റാലിസിസ്, പ്രൊമോട്ടർ, പോയിസൺ, ആക്ടിവിറ്റി, ദെൻ സെലക്ടിവിറ്റി. ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാറ്റാലിസിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഈ കാറ്റാലിസിസിൽ തന്നെ വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതിനെ പറയുന്ന പേരാണ് എൻസൈം കാറ്റാലിസിസ് എന്ന് പറയും. എന്താണ് എൻസൈം കാറ്റാലിസിസ്? അത് ഈ കാറ്റാലിസിസിൽ തന്നെയാണ് പറയുന്നത്, എൻസൈം കാറ്റാലിസിസ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്, എൻസൈം കാറ്റാലിസിസ്. ഓക്കെ, എന്താ ഈ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻസൈംസ് ആർ എന്താണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് അല്ലേ. ബയോളജിക്കൽ ആയിട്ടുള്ള കാറ്റലിസ്റ്റുകളെ പറഞ്ഞ പേരാണെന്ത്, എൻസൈംസ്. നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് എൻസൈംസിൻ്റെ പ്രസൻസിലാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എൻസൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഓക്കെ, ആ ബയോളജിക്കൽ റിയാക്ഷൻസിനെ ക്യാരി ഓവർ ചെയ്യുന്ന കാറ്റലിസ്റ്റുകളെ പറഞ്ഞ പേരാണെന്ത്, എൻസൈംസ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു എൻസൈമിനെ ഉപയോഗിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഒരു എൻസൈമിൻ്റെ പ്രസൻസിൽ ഒരു റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പറഞ്ഞ പേരാണെന്ത്, എൻസൈം കാറ്റാലിസിസ്. എന്താണ് എൻസൈം കാറ്റാലിസിസ്? അപ്പം നമ്മൾ പറഞ്ഞു ബോഡിക്കകത്ത് മാത്രമല്ല പുറത്തും ബയോളജിക്കലായിട്ടുള്ള ഫിനോമിനൻസ് നമുക്ക് എന്ത് ചെയ്യാം, എൻസൈംസിനെ വെച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ പറയുന്ന പേരാണെന്ത്, ആ റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് എൻസൈം കാറ്റാലിസിസ് എന്ന് പറയും. എന്താണ് എൻസൈം കാറ്റാലിസിസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു എൻസൈം കാറ്റാലിസിസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഷുഗർ കെയിൻ എന്ന് പറയുന്ന സാധനം അല്ലേ, സൂക്രോസിനെ എന്ത് ചെയ്യാറുണ്ട്, എൻസൈം എന്ന് പറയുന്ന സൈമേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാറുണ്ട്. ഉറപ്പല്ലേ? അപ്പം നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ആ ബയോളജിക്കൽ പ്രോസസ്സിനെ നമ്മളൊരു എൻസൈമിൻ്റെ പ്രസൻസിലല്ലേ നടത്തിയത്. ആ എൻസൈം പ്രസൻസ് നടത്തിയിരിക്കുന്നതുകൊണ്ട് അതാണ് ഇത് എൻസൈം കാറ്റാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് എൻസൈം കാറ്റാലിസിസ്? അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ കെയിൻ, സൂക്രോസ് ഷുഗർ കെയിൻ അല്ല, സൂക്രോസ് എന്താക്കി മാറ്റുക, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാറുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സൈമേഴ്സ് എന്ന് പറയുന്നത് എൻസൈമിൻ്റെ പ്രസൻസിലാണ്. എന്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് സൈമേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൈമേഴ്സ് എന്ന് പറയുന്നത് എൻസൈമിൻ്റെ പ്രസൻസിൽ എന്ത് നടക്കും, ഈ റിയാക്ഷൻ നടക്കും. അപ്പം എൻസൈമിനെ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തത്, അതുകൊണ്ട് അത് എൻസൈം കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് പഠിക്കാം. ഒരു എക്സാമ്പിളോ 2 എക്സാമ്പിളോ മതി, ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി ഈ എൻസൈം കാറ്റാലിസിസ് നടക്കണമെങ്കിൽ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ എൻസൈമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. ഒരു എൻസൈം കാറ്റാലിസിസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മിനിമം ടെമ്പറേച്ചർ കിട്ടിയിരിക്കണം. അതിനെ പറഞ്ഞ പേരാണ് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. ഒരു എൻസൈം കാറ്റാലിസിസ് നടക്കണമെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻസൈം കാറ്റാലിസിസ് നടക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു മിനിമം ടെമ്പറേച്ചർ, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിമം എന്തുണ്ടായിരിക്കണം, ഒരു pH റേഞ്ച് ഉണ്ടായിരിക്കണം. ഒരു pH റേഞ്ച്, അതൊരു ബേസിക് കണ്ടീഷനോ അസിഡിക് കണ്ടീഷനോ അത് അറിയേണ്ട കാര്യമില്ല. എന്തായാലും ഒരു pH കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഒരു എൻസൈം കാറ്റാലിസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരു pH കണ്ടീഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഹൈലി എന്താണെന്ന് പറയാമോ, ഫിസിക് ഇൻ നേച്ചർ ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ എൻസൈമിനെ വെച്ചിട്ട് ഒരു റിയാക്ഷനെ മാത്രമേ നടത്തത്തുള്ളൂ. അതായത് ഇപ്പം ഇവിടെ തന്നെ സൈമേഴ്സ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. വേറെ മാൾട്ടേസിനെയോ ലിപ്സേസിനെയോ അങ്ങനത്തുള്ള ഏതെങ്കിലും എൻസൈമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല, ഈ ഒരു എൻസൈം ആക്ടിവിറ്റി നടത്തത്തില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എൻസൈം എന്തേ നടത്തത്തുള്ളൂ, ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ മാത്രമേ പ്രൊസീഡ് ചെയ്യിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ഹൈലി എന്താണ്, ഫിസിക് ഇൻ നേച്ചർ
ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം കറ്റാലിസിസ് നടക്കുമ്പോൾ എൻസൈം കാറ്റലിസ്റ്റ് ആണല്ലോ, അതിനൊരു ആക്ടിവിറ്റി കൊണ്ടാണല്ലോ. ആ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എന്ത് കാണും? ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് കോ എൻസൈംസ് എന്ന് പറയും. എന്താണ്? കോ എൻസൈംസ്. അപ്പോൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻസൈമിൻ്റെ കൂടെ ഇങ്ങനെ അയാളും കൂടി കാണും. അങ്ങനെ നിൽക്കുന്ന അയാളെ കൂടി പറയുന്ന പേരാണെന്ത്? കോ എൻസൈം. അപ്പോൾ ഒരു കോ എൻസൈമിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. എൻസൈംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻസൈം കറ്റാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അറിയാം. ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ പറഞ്ഞു. ഒരു 4 പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. ഒരു ടെമ്പറേച്ചർ വേണം, ഒരു pH റേഞ്ച് ഉണ്ടായിരിക്കണം, ഹൈലി എന്തായിരിക്കും? സ്പെസിഫിക് ഇൻ നേച്ചർ ആയിരിക്കും, എൻഹാൻസ് ദ കോ എൻസൈംസ് ഉണ്ടെങ്കിൽ അത് എൻഹാൻസ് ദ ആക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് എൻസൈം കറ്റാലിസിസിനകത്ത് പറയാനുള്ളത്. ഇനി എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം ഉണ്ട്. ഈ മെക്കാനിസം പഠിച്ചേ പറ്റത്തുള്ളൂ. അതിൻ്റേതായ രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം, പറയുന്ന രീതിയിൽ തന്നെ പഠിക്കുക. എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം എന്താണ്? എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം എന്താണ്? ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ എൻസൈം വെച്ചിട്ട് ഒരു റിയാക്ഷൻ മാത്രമേ നടത്താൻ പറ്റൂ. ആ എൻസൈം വേറൊരു റിയാക്ഷനും നടത്തത്തില്ല, അല്ലെങ്കിൽ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചാൽ പോലും ആ എൻസൈം നടക്കത്തില്ല. ഓക്കെ. അപ്പോൾ ആ എൻസൈം മെക്കാനിസത്തിന് ഒരു പേരുണ്ട്, ലോക്ക് ആൻഡ് കീ മെക്കാനിസം. എന്താണ്? ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഒരു പൂട്ട് തുറക്കാൻ, ഒരു ലോക്ക് തുറക്കാൻ ഒരു കീ കുഴച്ചിട്ടില്ലേ നമ്മൾ പറ്റുന്നത്. സ്പെയർ വേറെ കാണുമായിരിക്കും, എന്നാലും ഒരു പർട്ടിക്കുലർ ലോക്ക് തുറക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പർട്ടിക്കുലർ കീ തന്നെ വേണം, ആണല്ലോ. അതല്ലാതെ വേറെ ഏതെങ്കിലും കീ കൊണ്ടുവന്ന് അത് തുറക്കുമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പം അതേപോലെ തന്നെയാണ് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കാൻ കീയുടെ അടുത്ത് ലോക്കിൻ്റെ അടുത്ത് റിയാക്ഷൻ വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എന്ത് തന്നെ വേണം? അത് നടത്തുന്ന തന്നെ എൻസൈം വേണം, അത് തന്നെ കീ ആയിട്ട് തന്നെ വരണം. എങ്കിൽ മാത്രമേ എന്ത് നടത്തത്തുള്ളൂ? കറ്റാലിസിസ് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ. അങ്ങനത്തുള്ള റിയാക്ഷൻസ് ആണ് എൻസൈം തരുന്നത്. അതുകൊണ്ടാണ് ആ മെക്കാനിസത്തിന് എന്താന്ന് പറയുന്നത്? ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറയുന്നത്. എന്താണ്? ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഓക്കെ. 3 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. 3 സ്റ്റെപ്പ് നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻസൈം ബൗണ്ട് വിത്ത് സബ്സ്ട്രേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണോ റിയാക്ഷനിൽ നടത്തേണ്ടത്, ഏത് റിയാക്ഷനാണോ നടത്തേണ്ടത്, ആ റിയാക്ഷൻ നടത്തുന്നത് റിയാക്റ്റൻ്റ് കാണുമല്ലോ. ആ റിയാക്റ്റൻ്റ് നമ്മൾ ഇവിടെ പറഞ്ഞ പേര് സബ്സ്ട്രേറ്റ് എന്നായിരിക്കും. ഇതായിരിക്കും സബ്സ്ട്രേറ്റ്. ഞാൻ ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. നോട്ട് എഴുതുമ്പോഴും പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും എന്ത് വേണം? സ്റ്റേറ്റ്മെൻറ്റും ഈ എഴുതുന്ന ഇക്വേഷൻസും ഉണ്ടായിരിക്കണം. പറഞ്ഞു കേട്ടല്ലോ. ഓക്കെ. നോക്കുക. എൻസൈം റിയാക്ട് വിത്ത് സബ്സ്ട്രേറ്റ് ടു ഫോം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് കാണിക്കാനാണ് സ്റ്റാർ ഇട്ടേക്കുന്നത്. എക്സിൻ്റെ മുകളിൽ ഒരു സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കും. ഓക്കെ. Enzyme react with the substrate to form enzyme substrate complex. Second step, enzyme substrate complex undergo decomposition or undergo change to form enzyme product. Enzyme substrate complex എന്ത് ചെയ്യും? റീഅറേഞ്ച്മെൻറ്റുകൾ അല്ലെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുത്ത് എന്തായിട്ട് മാറും? എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറും. തേർഡ് സ്റ്റെപ്പ്, എൻസൈം പ്രോഡക്റ്റ് ഡീകമ്പോസസ് ടു ഗീവ് എൻസൈം ആൻഡ് പ്രോഡക്റ്റ്. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? കാറ്റലിസ്റ്റ് ആണ്. റിയാക്ഷനിൽ പങ്കെടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ചതുപോലെ കിട്ടണം. എൻസൈം പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറും? എൻസൈം ആയിട്ടും പ്രോഡക്റ്റ് ആയിട്ട് മാറും. സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. എൻസൈം കാറ്റലിസ്റ്റിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ്, എൻസൈം ബൗണ്ട് വിത്ത് സബ്സ്ട്രേറ്റ് ടു ഫോം അല്ലെങ്കിൽ എൻസൈം കമ്പൈൻ വിത്ത് സബ്സ്ട്രേറ്റ് ടു ഫോം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് റീഫോം അല്ലെങ്കിൽ അണ്ടർഗോ ചേഞ്ച് ടു ഗീവ് എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പോഴും എൻസൈം കൂടെ കൊണ്ട് വേറെ മാറിയിട്ടില്ല. ദെൻ എന്ത് ചെയ്യണം? എൻസൈം പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ടും എൻസൈം ആയിട്ടും മാറിയിരിക്കണം. ഈ 3 സ്റ്റെപ്പിലാണ് എന്ത് നടക്കുന്നത്? എൻസൈം കറ്റാലിസിസിന്റെ മെക്കാനിസം നടക്കുന്നത്. മെക്കാനിസത്തിന് പറഞ്ഞ പേരെന്താണ്? ലോക്ക് ആൻഡ് കീ മെക്കാനിസം. എന്താണ്? ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഓക്കെ. അപ്പോൾ കറ്റാലിസിസ് എന്താണ്? ആക്ടിവിറ്റി, സെലക്ടിവിറ്റി, പ്രൊമോട്ടർ, പോയിസൺസ്,
ഹെട്രോജീനിയസ് കറ്റാലിസിസ്, ഹോമോജീനിയസ് കറ്റാലിസിസ്, എൻസൈം കറ്റാലിസിസ്. എൻസൈം കറ്റാലിസിസ് വരുമ്പം എൻസൈം എന്താണെന്ന് പറഞ്ഞു, എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എൻസൈം കറ്റാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 4 എണ്ണം പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 എണ്ണം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ടെമ്പറേച്ചർ ഉണ്ടാവണം, pH ഉണ്ടായിരിക്കണം, ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചറാണ്. ഒരു എൻസൈം എൻസൈം കൂടെ ഉണ്ടെങ്കിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ലോക്കാൻഡിക്ക് മെക്കാനിസമാണ്. അതായത് ഒരു പർട്ടിക്കുലർ എൻസൈം വെച്ചിട്ട് ഒരു റിയാക്ഷൻ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ലോക്ക് തുറക്കാൻ ഒരു കീ എപ്രകാരമാണോ അപ്രകാരമായിരിക്കും ഒരു എൻസൈം വെച്ചിട്ട് റിയാക്ഷൻ നടത്തുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് ലോക്കാൻഡിക്ക് മെക്കാനിസം പറഞ്ഞത് ഇങ്ങനെയാണ്. എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ചേർന്ന് എന്തായിട്ട് മാറും, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ത് ചെയ്യും, റീഅറേഞ്ച് അല്ലെങ്കിൽ ചേഞ്ചിന് വിധേയമായി എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറും. എൻസൈം പ്രോഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറും, എൻസൈം ആയിട്ടും പ്രോഡക്റ്റ് ആയിട്ടും മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സർഫസ് കെമിസ്ട്രിയിലെ 2ാമത്തെ സെക്ഷനായ കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കറ്റാലിസിസും എൻസൈം കറ്റാലിസിസും ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ആ സർഫസ് കെമിസ്ട്രിയുടെ 2ാമത്തെ സെക്ഷനും കൂടി എന്ത് ചെയ്യും, തീർന്നിട്ടുണ്ട്. ഇനി മൊത്തം തീർന്നിട്ടില്ല ചാപ്റ്റർ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സർഫസ് കെമിസ്ട്രിയിൽ വരുന്ന സെക്ഷൻ അല്ല. അടുത്ത സെക്ഷൻ നമ്മൾ വേറൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള സെക്ഷൻ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതെർം കൊണ്ട് തീർന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് തീർന്നു. 2ാമത്തെ സെക്ഷനാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. കറ്റാലിസിസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എൻസൈം മെക്കാനിസം 3 സ്റ്റെപ്പ് നന്നായിട്ട് പഠിക്കുക. സ്റ്റെപ്പിൻ്റെ ഇക്വേഷനും ഉണ്ടായിരിക്കണം, സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.